കഴിഞ്ഞ വർഷം ദുബായിൽ നടന്നിട്ടുള്ള ഒരു ഗ്ലോബൽ ടെക്നോളജിക്കൽ മീറ്റിൽ ഞാനും എൻ്റെ 2 മക്കളും പങ്കെടുത്തിരുന്നു. അവരന്ന് എന്നെ മെറ്റാവേഴ്സിലേക്ക് കയറ്റി. മെറ്റയിലേക്ക് കയറ്റുക എന്ന് പറഞ്ഞാൽ, മെറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, പുതിയ കുട്ടികൾക്ക് എന്തായാലും അറിയാം. നമ്മൾ ഉദ്ദേശിക്കുന്ന ചോദ്യങ്ങൾ ആ ചോദ്യങ്ങളായി ചോദിക്കുമ്പോൾ അതിൻ്റെ ആൻസർ മെറ്റയായിരിക്കും നമുക്ക് സ്ക്രീനിൽ നിന്ന് പറഞ്ഞു തരിക. ഒരു സ്ത്രീയുടെ ഏകദേശം രൂപത്തിലായിരിക്കും മെറ്റയുണ്ടാവുക. ഇന്നതാണ് സങ്കല്പം. അപ്പം ഈ നിൽക്കുന്ന എന്നെ, അന്ന് ഞാനൊരു റെഡ് കോട്ടായിരുന്നു ഇട്ടിരുന്നത്, അത് നേരെ എന്നെ സ്ക്രീനിലേക്ക് കയറ്റി. ഞാനിവിടെ തന്നെയുണ്ട്, ഇൻവിസിബിളായിട്ട്. അവിടെ കാണുന്നത് ഇൻവിസിബിളാണ് എന്ന് വെച്ചാൽ തൊടാൻ സാധിക്കാത്ത, നമുക്ക് സ്പർശിക്കാൻ സാധിക്കാത്ത, ദർശിക്കാം പക്ഷേ സ്പർശിക്കാൻ കഴിയില്ല. എന്നാൽ ഇവിടെയുള്ള ആളെ ദർശിക്കാനും സ്പർശിക്കാനും പറ്റും. ഇനി അടുത്ത കാലഘട്ടത്തിൽ വരാനിരിക്കുന്നത് അതാണ്. ഒന്നും കൂടി വ്യക്തമാക്കി പറഞ്ഞാൽ, നമ്മുടെ കുട്ടികൾ ഇന്ന് മെസ്സേജ് അയക്കുന്നത്, ആർക്കോ മെസ്സേജ് അയക്കുന്നത്, അവർക്ക് കിട്ടുന്ന മെസ്സേജ് ഇനി ആ വീട്ടിലെ കുട്ടിയെ കൊണ്ടുവരാൻ പറ്റും മെറ്റയിലൂടെ. അപ്പുറത്തെ വീട്ടിലെ കുട്ടികളെ നമ്മുടെ റൂമിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഇൻവിസിബിളായിട്ട്. ഒന്നും കൂടി അതിനെ വ്യക്തമാക്കി പറഞ്ഞാൽ, ഏകദേശം ഒരു 5 വർഷത്തിൻ്റെ ഉള്ളിൽ ദുബായിയുടെ ഇന്നത്തെ ഷെയ്ഖ് മുഹമ്മദ് ഉദാഹരണത്തിന്, അദ്ദേഹം അവിടുത്തെ ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്ന് ഏകദേശം 100 വേദികളിൽ ഒന്നിച്ച് സംസാരിക്കും. നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അന്ന് ആരാണെന്ന് അറിഞ്ഞുകൂടാ, മാറി മാറി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ മാറുമായിരിക്കാം. അന്ന് ആരാണോ പ്രധാനമന്ത്രി, ആള് ഒരു ദിവസം ഏകദേശം 200-300 വേദികളിൽ സംസാരിക്കും. അതിനെയാണ് മെറ്റാവേഴ്സ് എന്ന് പറയുന്നത്. AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ വ്യാപിപ്പിച്ചതാണ്. അപ്പം ചുരുക്കി പറഞ്ഞാൽ, ഞാൻ ഇവിടെയുണ്ടാകും. ഇപ്പം എൻ്റെ പ്രസംഗം ഒരു ദിവസം എനിക്ക് 100 സ്ഥലത്ത് ഏൽക്കാവുന്നതാണ്. എനിക്കൊരു പ്രസംഗം പ്രസംഗിച്ചാൽ മതി, അത് 100 സ്ഥലങ്ങളിൽ വ്യത്യസ്തമായിട്ട് വരും. അതിലും ഇപ്പം AI മുന്നോട്ട് പോയിട്ട് ഞാൻ ഇവിടെ മലയാളത്തിൽ പറയുന്നതിനെ സുന്ദരമായി ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേഷൻ നടത്താൻ പറ്റും. കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ മകള് എന്നോട് പറഞ്ഞു, എനിക്ക് ഈ കേസ് സ്റ്റഡി വായിച്ചിട്ടും മനസ്സിലാകുന്നില്ല ഉപ്പ, ഇത് ടൊയോട്ടയുടെ ഒരു കേസ് സ്റ്റഡിയാണ്, അതുകൊണ്ട് ഇതൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് തന്നു. കാരണം അതിൽ ഫിനാൻസ് സൈഡുണ്ട്, HR ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, ഓപ്പറേഷൻ ഉണ്ട്. അവൾ ജസ്റ്റ് ഇപ്പോൾ +2 കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം ഞാനിങ്ങനെ നോക്കി. അപ്പം തന്നെ എൻ്റെ ചെറിയ മകൻ, അവനാകെ 10 വയസ്സേ ഉള്ളൂ, അവൻ അവളോട് പറയാണ്, ഇതിനിപ്പോൾ നീ ഉപ്പനോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, ട്രാൻസ്ലേഷൻ ഗൂഗിളിൽ എടുത്തുകൂടെ നിനക്ക്. ചോദിക്കുന്നത് 17 വയസ്സുള്ള ആളോട് 10 വയസ്സുള്ള ആളാണ്. എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൻ്റെ ഒരു പാരഗ്രാഫ് ജസ്റ്റ് ഗൂഗിളിൻ്റെ ട്രാൻസ്ലേഷൻ കൊടുത്താൽ മലയാളത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ ഇനി നമ്മൾ ഒരിക്കലും എന്തിലേക്ക് പോകേണ്ടി വരില്ല, സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സിലേക്ക് പോകണ്ട. നോട്ട് ഓൺലി ബട്ട് ആൾസോ either nor as soon as much as interrogative, affirmative എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല. പകരം കുട്ടികൾക്ക് ഗെയിം ഇറങ്ങിയിരിക്കുന്നു. എൻ്റെ കയ്യിലുണ്ട് അതിൻ്റെ ലിങ്ക്. ആ ഗെയിം ഏകദേശം ഒരു 100 വട്ടം കളിച്ചാൽ കുട്ടികൾക്ക് പെട്ടെന്ന് ഇംഗ്ലീഷ് ഭാഷ നന്നായി പഠിക്കുന്നതാണ്. അത് 100 വട്ടം കളിക്കുമ്പോഴേക്ക് എല്ലാ ഗ്രാമറും തറവാവും. അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ക്ലാസ് റൂം മാറാൻ വേണ്ടി പോവാണ്. അന്ന് ഞങ്ങളൊരു ക്ലാസ് റൂമിൽ കയറി, ദുബായിലെ ടെക്നോളജിക്കൽ ഹബ്ബിൽ. അതായത് ലോകത്തിൻ്റെ എല്ലാ ടെക്നോളജിയും അന്ന് ദുബായിലേക്ക് വന്നൊരു ദിവസമാണ്. അങ്ങനത്തെ ഒരു മീറ്റായിരുന്നു അത്. അതിലേക്ക് കയറിയപ്പോൾ ഇനി ക്ലാസ് റൂമിൽ ടീച്ചേഴ്സ് ഇല്ലാത്ത, ഇതൊക്കെ ഇന്നും നാളെയും വരുമെന്നല്ല പറയുന്നത്, പുതിയ തലമുറയെ മനസ്സിലാക്കാൻ പറയാം. ടീച്ചേഴ്സ് ഇല്ലാത്ത ക്ലാസ് റൂമുകളാണ് വരാനിരിക്കുന്നത്. മെൻറ്റേഴ്സ് മാത്രമായി ടീച്ചേഴ്സ് മാറും. കാരണം ഇന്ന് കുട്ടികളെക്കാളും വിവരമില്ല സത്യത്തിൽ അധ്യാപകർക്ക് എന്നിടത്തേക്കാണ് വരുന്നത്. ഉദാഹരണത്തിന്, വലിയ വലിയ റെഗുലർ കോളേജിൽ പോലും 1.5 മണിക്കൂർ നിന്ന് ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കാൻ പറ്റാത്തവരാണ് പല PhD-കാരും. പക്ഷെ ഇന്നത്തെ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾ അതിനേക്കാളും ലിംഗ്വിസ്റ്റിക് എബിലിറ്റി ഉള്ളവരാണ്, ഭാഷ സംസാരിക്കുന്നവരാണ്. വിദേശത്തൊക്കെ പഠിച്ച കുട്ടികൾക്കറിയാം, അവർ വളരെ ഫ്ലുവൻ്റ് ആണ് ലാംഗ്വേജിൽ. പക്ഷേ PSCയും UPSC ഒക്കെ എഴുതിപ്പോയ ആളുകൾ കുറേ നോളജ് തലയിലുണ്ട് എന്നതല്ലാതെ ഒരു പക്ഷേ സ്കില്ലുണ്ടാകണമെന്നില്ല. ഞാൻ എല്ലാവരെ കുറിച്ചും അല്ല പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ മുമ്പിലിരിക്കുന്ന കുട്ടികളൊക്കെ നമ്മളെക്കാൾ ഒരുപാട് ഉയരങ്ങൾ എത്തിയിട്ടുള്ള ഒരു കാലത്താണ് നമ്മളുള്ളത്. ഞാനും MBA ഒക്കെ പഠിപ്പിച്ചിരുന്ന ഒരു സാറായിരുന്നു. ഇപ്പം ഞാൻ അതിലേക്ക് പോകാറില്ല, മറ്റു പല വർക്കുകളുമാണ് എനിക്കുള്ളത്.
അപ്പൊ അവ കുട്ടികളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ നമുക്കറിയാം നമ്മളെക്കാൾ വിവരമുള്ള മക്കളാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഇപ്പൊ നമ്മൾ IIM-ലോ അല്ലെങ്കിൽ IIT-ലൊക്കെ പോയിട്ട് ജസ്റ്റ് ഒരു പ്രസന്റേഷൻ കൊടുക്കുമ്പോൾ അവിടെയുള്ള കുട്ടികളൊക്കെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. കാരണം നമ്മൾ പറയുന്നത് റൈറ്റ് ആണോ എന്ന് അവർ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ക്ലാസ് റൂം എങ്ങനെയാണെന്നറിയോ? അടുത്ത തലമുറയിലെ ക്ലാസ് റൂം. ഞാൻ ഇത് പറയുന്നത് ആദ്യം ന്യൂജനിന്റെ കഥ പറഞ്ഞുകൊണ്ട് അവരെങ്ങനെ നോക്കണമെന്നാണ് ഇനി നമ്മൾ പറയാനിരിക്കുന്നത്. ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 4 മതിൽക്കെട്ടുകൾ തന്നെ, പക്ഷെ അതെല്ലാം സ്ക്രീൻ ആയിരിക്കും. ജസ്റ്റ് നമുക്കിപ്പോ ബയോളജിയുടെ ഒരു പഠനമാണെങ്കിൽ ബ്രെയിനിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളതെങ്കിൽ ആ ബ്രെയിനിനെ കുറിച്ചിട്ട് അതിൻ്റെ എല്ലാ ഭാഗങ്ങളെ കുറിച്ചിട്ടും ആ ചുമരുകൾ നമുക്ക് പറഞ്ഞു തരും. നമുക്ക് ഓപ്റ്റ് ചെയ്യാം. ചുമരിൽ തൊട്ടുകൊണ്ട് കമ്പ്യൂട്ടറിന്റെ ആവശ്യമില്ല, ലാപ്ടോപ്പിന്റെ ആവശ്യമില്ല, മൊബൈലിന്റെ ആവശ്യമില്ല. അതിൽ തൊട്ടുകൊണ്ട് നമുക്ക് ബ്രെയിനിൽ തൊടാം. ബ്രെയിനിൽ തൊടുമ്പോൾ ഓപ്ഷൻ വരും ആരുടെ ക്ലാസ്സാണ് വേണ്ടതെന്ന്. UK ബേസ്ഡ് ആയിട്ടുള്ള, US ബേസ്ഡ് ആയിട്ടുള്ള, ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള സാറന്മാരുടെ ക്ലാസ് വേണോ? അത് നെക്കിക്കൊടുത്താൽ അതിൻ്റെ വിശദീകരണങ്ങൾ ചുമരു പറയും. എന്ന് വെച്ചാൽ വീഡിയോസും വിശദീകരണങ്ങളൊക്കെ ചുമരുകളാണ്, വാസാണ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇനിയുള്ള ക്ലാസ് റൂം അതാണ്. അതിൻ്റെ ഡെമോൺസ്ട്രേഷൻ ആയിരുന്നു ദുബായിൽ നടന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പോക്ക് ഒരു തലത്തിലൂടെ ഇങ്ങനെ പോകുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വലുതായിക്കൊണ്ടിരിക്കുന്നു. മറ്റൊരു ഭാഗത്ത് ഏതോ എവിടെയോ കിടക്കുന്ന ഒരു സാധനം വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലേക്ക് അവൈലബിൾ ആകുന്നു. ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡുണ്ട്. ഉദാഹരണത്തിന് പണ്ടൊക്കെ പേരുകൾ ഇപ്പം എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് പറയാം. MDMA കിട്ടാൻ അല്ലെങ്കിൽ LSD കിട്ടാൻ എവിടെയെങ്കിലുമൊക്കെ പോകണമായിരുന്നു. ഉദാഹരണത്തിന് മലപ്പുറത്തുള്ള അല്ലെങ്കിൽ കോഴിക്കോട്ടുള്ള കുട്ടിക്ക് കോയമ്പത്തൂരിലേക്കോ മംഗലാപുരത്തേക്കോ കയറണമായിരുന്നു. ഇന്ന് ന്യൂജനിൽ അത് എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ പറയാൻ മടിയുണ്ട്. പക്ഷെ രക്ഷിതാക്കൾ അറിയാൻ പറയുന്നു. കുട്ടികളും അതിനെക്കുറിച്ച് മനസ്സിലാക്കണം. കാരണം അങ്ങനത്തെ കെടുതികളിൽ പെടാതിരിക്കാൻ. ഈ അടുത്തിടെ ഒരു കുട്ടിയെ എൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ഞാനിപ്പോൾ കൗൺസിലിംഗ് ഇല്ല, എന്നാലും ചിലപ്പോഴൊക്കെ ചില പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അങ്ങനെ എന്നോട് സ്നേഹമുള്ള ആളുകൾ പറയുമ്പോൾ കേൾക്കേണ്ടി വരും. അങ്ങനെ ഒരു കുട്ടിയെ കൊണ്ടുവന്നപ്പോൾ ആ കുട്ടി MDMA എന്ന് പറയുന്ന സാധനത്തിന് അഡിക്റ്റ് ആയത് വീട്ടിലിരുന്നു കൊണ്ടാണ്. എങ്ങനെയാ വീട്ടിലിരുന്നു കൊണ്ടാവുക? ഞാനത് പഠിപ്പിക്കുകയല്ല, മനസ്സിലാകാത്ത രീതിയിൽ എന്നാൽ മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം. ഒരു ലിങ്കിൽ കയറുന്നു, MDMA വേണമെന്ന് ആവശ്യപ്പെടുന്നു, അതിൻ്റെ ഫണ്ട് ഇടുന്നു, അതുമായി ആളെത്തുന്നു, അവൻ്റെ അരികിലുള്ളൊരു പീടികയുടെ മൂലയിലെ മതിലിൽ അത് വെക്കുന്നു, അത് ഫോട്ടോ എടുത്ത് ഗൂഗിളിലേക്ക് വിടുന്നു. ഗൂഗിൾ അവനെ കിട്ടിക്കഴിഞ്ഞാൽ അവൻ വീട്ടിൽ നിന്ന് ആ ഗൂഗിളിലൂടെ പുറപ്പെടുന്നു, ഗൂഗിൾ മാപ്പിലൂടെ അവിടെ എത്തുന്നു, ഈ സാധനം എടുത്തിട്ട് പോകുന്നു. എന്ന് വെച്ചാൽ അവനെ സംബന്ധിച്ചിടത്തോളം ഗൂഗിൾ മാപ്പിലിട്ട സാധനം മതിലിൻ്റെ അകത്തുണ്ട് എന്ന് ഇവനറിയാം. അതിൻ്റെ പൈസയാകട്ടെ അവൻ കൊടുത്തത് ഉമ്മയുടെ മൊബൈലിൽ നിന്നുമാണ്. എന്ന് വെച്ചാൽ ഗൂഗിൾ പേ ചെയ്തുകൊണ്ടാണ്, GPay ചെയ്തുകൊണ്ടാണ്. ഞാൻ പറയുന്നത്, ഒരു ഭാഗത്ത് മനുഷ്യൻ ഉയരാൻ വേണ്ടിയിട്ടുള്ള പുരോഗതികൾ നടക്കുമ്പോൾ അതേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തന്നെ അല്ലെങ്കിൽ അതേ ടെക്നോളജികൾ തന്നെ മനുഷ്യനെ വഷളാക്കാനും വേണ്ടിയിട്ട് മറ്റൊരു രീതിയിലൂടെ സഞ്ചരിക്കുന്നു. ഇവിടെയാണ് നമ്മൾ രക്ഷിതാക്കൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ കുട്ടികളെ നമ്മൾ വളർത്തേണ്ടത്. പരിപാലിക്കുന്നതിന് ഇംഗ്ലീഷിൽ ലുക്ക് ആഫ്റ്റർ എന്നാണ് പറയുക. ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും അതൊരു ഫിലോസഫിക്കൽ ടേമാണ്. എങ്ങനെയാണ് നമ്മൾ കുട്ടികളെ പരിപാലിക്കേണ്ടത്? സസ്റ്റെയിൻ ചെയ്യേണ്ടത് എങ്ങനെയാണ്? പരിപാലിച്ചു കൊണ്ട് നടക്കേണ്ടത് എങ്ങനെയാണ്? ഒരു മാതാവ് എന്ന് പറയുമ്പോൾ കേവലം ആ കുഞ്ഞിനെ ഗർഭം ചുമന്ന് പ്രസവിച്ച് അങ്ങനെ വളർത്തുക എന്ന് മാത്രമല്ല. മാതാവിൻ്റെ പ്രത്യേകത, അവനിൽ 3-4 കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചേ പറ്റൂ. ഒന്ന് അവൻ്റെ ഫിസിക്കൽ ഗ്രോത്താണ്, അവൻ്റെ ശരീരത്തിൻ്റെ വളർച്ചയാണ്. മറ്റൊന്ന് അവൻ്റെ മെൻ്റൽ ഗ്രോത്താണ്, മനസ്സിൻ്റെ വളർച്ചയാണ്. മറ്റൊന്ന് അവൻ്റെ ഇമോഷണൽ സ്റ്റാറ്റസ് ആണ്, അവൻ്റെ പെരുമാറ്റത്തിൻ്റെ രീതികളാണ്, അതിന് ബിഹേവിയർ എന്ന് പറയും. പിന്നെ ഒന്ന് സ്പിരിച്വൽ ഗ്രോത്ത് ആണ്, ആത്മീയപരമായി അവനെ എങ്ങനെ ഉണർത്താം, എങ്ങനെ ഉയർത്താം. ഈ 4 കാര്യങ്ങളും ഒരു കുട്ടിയിൽ സമ്മേളിക്കുമ്പോഴാണ് നമ്മൾ രക്ഷിതാവ് എന്ന് പറയുന്നത്. ഇപ്പൊ കുട്ടികളുടെ ഒരു അവസ്ഥ എന്താണ്? ഞാൻ ഇവിടെയുള്ള മൊയ്പോത്തുള്ളവരെ കുറിച്ച് പറയല്ല കേട്ടോ. അഥവാ പ്രശസ്തരായ ആളുകൾ, ചിലപ്പോൾ പ്രഗത്ഭരായ ആളുകൾ കണ്ടന്റുകൾ വെച്ചിട്ട് ചിലപ്പോൾ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലോ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഇടും. ആ വീഡിയോസ് ഇടുന്ന ചിലപ്പോൾ വൈറലാകും. അതുകൊണ്ട് എല്ലാവർക്കും അങ്ങനെ ആകണമെന്നൊരു മോഹമുണ്ടാകും. എന്നിട്ട് അവസാനം എവിടെയോ നിന്നുകൊണ്ട് ഹായ് ഗൈസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളും വിടുകയാണ്. നമ്മളെ കയ്യിൽ പ്രത്യേകിച്ച് കണ്ടന്റ് ഇല്ല. ഞാൻ ആരും കളിയാക്കുകയല്ല കേട്ടോ. ഹായ് ഗൈസ് എന്ന് എന്തും പറഞ്ഞാൽ ആളുകൾ കേൾക്കുമെന്ന ഒരു രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത്.
പക്ഷേ കുട്ടികൾ പോയി അവസാനം എവിടെ എത്തി എന്ന് ചോദിച്ചാൽ ഒരു ജാള്യതയുമില്ലാതെ ക്യാമ്പസിലിരിക്കുന്ന കുട്ടികൾ കുപ്പി പൊട്ടിക്കുന്നതും ക്യാമ്പസിലിരിക്കുന്ന കുട്ടികൾ എന്തൊക്കെയോ ചെയ്യുന്നതും വരെ അവർ തന്നെ വീഡിയോ ആയിട്ടിടുന്ന ഒരു സമയത്താണ് ഇന്ന് നമ്മൾ ഉള്ളത്. നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ? നമ്മൾ നിയോ ലിബറലിസം എന്ന് പറയുന്ന, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ അനിയത്തിമാരോടും അനിയന്മാരോടുമാണ്, നിയോ ലിബറലിസം എന്ന് ക്യാമ്പസിൽ നമ്മൾ കേൾക്കുന്ന, ന്യൂജൻ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താ നിയോ ലിബറലിസം? അതിനെ നമ്മൾ എന്ത് ചെയ്യണം? എന്തായാലും ഉദാഹരണത്തിന് ഏക സിവിൽ കോഡ് എന്ന് പറയുന്ന സാധനം എന്താണെന്ന് ഇതുവരെ ഡിഫൈൻ ചെയ്തിട്ടില്ല. ഇന്നതൊക്കെയാണ് ഏക സിവിൽ കോഡിൽ വരുന്നത് എന്ന് ഡിഫൈൻ ചെയ്തിട്ടില്ല. ഒരു ചാർട്ടില്ലാതെയാണ് നമ്മൾ അതിനു വേണ്ടിയിട്ട് എന്താക്കുന്നത്? അത് ഡിഫൈൻ ചെയ്തിട്ടില്ല, അത് ഡിസൈൻ ചെയ്തിട്ടില്ല. എന്നിട്ട് നമ്മളോട് ചോദിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇതേപോലെ ആധുനിക കുട്ടികൾക്കറിയില്ല എന്താണ് ബൗണ്ടറി, എന്താണ് ബൗണ്ടറി ഇല്ലാത്ത അവസ്ഥ. പണ്ടൊക്കെ ഞങ്ങൾ പാടത്ത് പന്ത് കളിക്കാൻ വേണ്ടി പോകുമ്പോൾ പഴയ തലമുറക്കറിയാം, 2 പാടഭാഗങ്ങൾ, 2 വയലുകൾ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടാകും. അതിൻ്റെ നടുക്കൊരു മതിലുണ്ടാകും, വരമ്പ് എന്ന് പറയുന്നത്. അത് നമ്മൾ അപ്പുറത്തുള്ള വീട്ടുകാരനോട് പോയി ചോദിക്കും, ഇതൊന്ന് ഒഴിവാക്കിക്കോട്ടെ, എന്നാലേ പന്ത് സ്മൂത്തായിട്ട് പോകൂ എന്ന്. ഒരുവിധം കണ്ണിങ്ങുള്ള കുറച്ച് ക്ലവറായ ഒരാളും ആ മതിൽ പൊട്ടിക്കാൻ സമ്മതിക്കാറില്ല. കാരണം കുറേ ദിവസം കളിച്ച് കഴിഞ്ഞാൽ പിന്നെ എവിടെയായിരുന്നു ആ വരമ്പ് എന്ന് ആ മനുഷ്യനെന്നെ കണ്ടെത്താൻ കഴിയില്ല. ഇവര് കളി കഴിഞ്ഞ് പോകും, മഴ പെയ്യും, പാടമെല്ലാം ഒന്നാവും, എന്നിട്ട് 2 പേരും പിന്നെ തർക്കിക്കേണ്ടി വരും. അതുകൊണ്ട് അത് പൊട്ടിക്കാൻ സമ്മതിക്കാറില്ല. അതിന്റെ മുകളിലൂടെ നിങ്ങൾ വേണമെങ്കിൽ കളിച്ചിട്ട് പോയിക്കോ എന്ന് പറയും. ആ വരമ്പ് പൊട്ടിക്കാൻ സമ്മതിക്കില്ല, കാരണം അത് വേറെ ആരുടേതാണ്, ഇത് വേറെ ആളുടേതാണ്. ഇതേപോലെ എന്താണ് നമ്മുടെ വാല്യൂസിന്റെ ബൗണ്ടറി, എന്താണ് ബൗണ്ടറി അല്ലാത്ത അവസ്ഥകൾ, ഇത് നമുക്കറിയില്ല. നമ്മൾ അതിനെ മുഴുവനും പൊട്ടിച്ചു കളഞ്ഞിരിക്കുക. ഞാനൊരിക്കലും ഇന്നൊരു വയല് പറയാൻ വേണ്ടി വന്നതല്ല, ഞാനൊരു വായുവുമല്ല. സൈക്കോളജിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഞാൻ നിങ്ങളോട് നടത്തിക്കൊള്ളട്ടെ. നിയോ ലിബറലിസം പോയി കുട്ടികൾ ഇരിക്കുമ്പോൾ പറയാനൊരു മടിയുണ്ടെങ്കിലും പറഞ്ഞോട്ടെ. എറണാകുളത്താണ് 5 ഭാര്യമാരും 5 ഭർത്താക്കന്മാരും കൂടി സഞ്ചരിച്ചത്. ആ സഞ്ചാരം അവസാനം ഒരു ഹോട്ടലിലെത്തുന്നു, ഭാര്യമാരുടെ കണ്ണുകൾ കെട്ടുന്നു. എന്നിട്ട് അവരവർ കൊണ്ടുവന്ന കാറിന്റെ കീസ്, 5 കാറുകളിൽ അവർ വന്നത് ഓരോ ഫാമിലിയും. എന്നിട്ട് നേരെ ടേബിളിൽ വെക്കുന്നു, കണ്ണ് കെട്ടുന്നു പെൺകുട്ടികളുടെ, ഈ ഭാര്യമാരുടെ. ഭർത്താക്കന്മാരുടെ ഇത് കെട്ടൂല, ഭാര്യമാരെ എന്നും അങ്ങനെയാണല്ലോ, പെണ്ണുങ്ങളാണ് എന്നും താഴെ. എന്നിട്ട് അതെല്ലാം കൂടി ഇസ്ലാമിന്റെ പേരിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിന്റെ പേരിൽ കൊണ്ടുവന്ന് കെട്ടും, ഏതെങ്കിലും മതത്തിന്റെ പിന്നിൽ. നിങ്ങൾ ഒരുപാട് സയന്റിസ്റ്റുകളെ പഠിച്ചല്ലോ, അതിലൊരു മേരി ക്യൂരിയുടെ പേരല്ലാതെ ആദ്യത്തെ 10 നിങ്ങൾ ഒരാളുടെ പേര് പറഞ്ഞു തരുമോ? കാരണം സയന്റിസ്റ്റുകൾ വരെ പെണ്ണുങ്ങളെ എന്താക്കിയിട്ടുണ്ട്? താഴ്ത്തിയിട്ടുണ്ട്. കാരണം ആദ്യത്തെ 10 പെൺകുട്ടികൾ കണ്ടെത്താത്തത് കൊണ്ടല്ല, ആ പേര് വരരുത് എന്നവരെ ശട്യം പിടിച്ചത് കൊണ്ടാണ്. ഞാൻ അതിനെ എതിർക്കുന്നു. കാരണം പെൺകുട്ടികൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ വരണമായിരുന്നു. എഴുത്തുകാരെ ആദ്യത്തെ 10 എടുത്താൽ അതിലെവിടെ ഒരു പെൺകുട്ടി? എന്താ ഷേക്സ്പിയറിനെ പോലെ, വില്യം ഷേക്സ്പിയറിനെ പോലെ, വില്യം വേർഡ്സ്വർത്തിനെ പോലെ, കീറ്റ്സിനെ പോലെ, ഷെല്ലിയെ പോലെ, ഗഥയെ പോലെ എത്രയോ ആളുകൾ എഴുതിയിട്ടുണ്ട്. എത്രയോ പെൺകുട്ടികൾ. ഷേക്സ്പിയർക്ക് എഴുതി കൊടുത്തത് പോലും ഒരു പെൺകുട്ടിയാണ് എന്നാണ് കഥ. തന്നെയുമല്ല, ദസ്തയേവ്സ്കിക്ക് എഴുതി കൊടുത്തത് അന്ന എന്ന് പറയുന്ന പെൺകുട്ടിയാണ്. ലോക പ്രശസ്തനായ ദസ്തയേവ്സ്കി എന്ന് പറയുന്ന ആളെ ഓടയിൽ നിന്ന് കൊണ്ടുവന്ന് മദ്യപാനം നിർത്തിച്ചിട്ട് എഴുത്തിന്റെ ലോകത്തിലേക്ക് കൊണ്ടുപോയത് അന്ന എന്ന് പറയുന്ന പെൺകുട്ടിയാണ്. ആ അന്നയെ നമുക്ക് എവിടെയും അധികം കാണാൻ കഴിയില്ല. മലയാളത്തിന്റെ സാഹിത്യത്തിൽ ശ്രീ പെരുമ്പടവം അതിനെ അതിമനോഹരമായി വ്യാഖ്യാനിച്ചു എന്ന് മാത്രം. എല്ലായിടത്തും നമുക്ക് പ്രശ്നങ്ങളാണ്. ഞാൻ രാഷ്ട്രീയം പറയാൻ വേണ്ടി വന്നതല്ല, ഞാൻ പെൺകുട്ടികളോടാ പറയുന്നത്. ആരാ നിങ്ങളെ ഇങ്ങനെ താഴ്ത്തിയത്? നിങ്ങൾ പറ. കേരളത്തിലെ കുറെ ആളുകൾ ഊറ്റം കൊള്ളുന്നു, പെണ്ണുങ്ങൾ അങ്ങനെ വളരണം, പെണ്ണുങ്ങൾ ഇങ്ങനെ വളരണം. ഞാൻ ആ വളർച്ചയുടെ കൂട്ടത്തിലാണ്. മാന്യമായി നമ്മൾ വളരണം, മൂല്യത്തോടെ വളരണം. പക്ഷേ കേരളത്തിൽ ഊക്കം കൊള്ളുന്ന ഒരാളെങ്കിലും പറയട്ടെ, കേരളത്തിൽ ഇതുവരെയുള്ള ചരിത്രത്തിൽ എത്രയോ പെണ്ണുങ്ങൾക്ക് മുഖ്യമന്ത്രിയാകാമായിരുന്നു. അറ്റ്ലീസ്റ്റ് പ്രിയപ്പെട്ട നമ്മുടെ മുൻകഴിഞ്ഞു പോയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പാവം സ്ത്രീക്കെങ്കിലും ആകാമായിരുന്നു. ആ സ്ത്രീയുടെ ഒരു പ്രസംഗമുണ്ട്, പ്രിയപ്പെട്ട അവരുടെ ഒരു പ്രസംഗം. ഈ കേരളക്കരയിലെ പോലീസുകാരുടെ ലാത്തിക്കെങ്ങാനും ഗർഭം ധരിപ്പിക്കാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ ഞാൻ 1000കണക്കിന് ലാത്തിക്കുഞ്ഞുങ്ങളെ പ്രസവിക്കുമായിരുന്നു എന്ന് പറയുന്ന പെൺകുട്ടിയാണ്. എന്ന് നമ്മൾ മുമ്പിൽ പറഞ്ഞു പോയ അമ്മൂമ്മയുടെ പേരാണ് ഗൗരിയമ്മ. അമ്മയുടെ പേരാണ് ഗൗരിയമ്മ. ആ ഗൗരിയമ്മയെ പോലെ, ഞാനൊരു പാർട്ടിക്ക് വേണ്ടി പറയല്ല, ഗൗരിയമ്മയെ പോലെ മുഖ്യമന്ത്രിയാക്കിയിട്ടില്ല. പല തടസ്സങ്ങളും ഉണ്ടാകാം. അതുകൊണ്ട് പെൺകുട്ടികൾ ഉയർന്നു വരണമെന്ന് വെറുതെ പറയുന്നു എന്നതല്ലാതെ സത്യത്തിൽ അത് നടപ്പിലാക്കിയിട്ടില്ല.
നടപ്പിലാക്കിയിട്ടില്ല. പക്ഷേ മതങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നും, ഞാൻ പറയുന്നത് ന്യൂജനോടാണ്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. നിങ്ങൾ കുറെ കാലം പിമ്പിലേക്ക് ഓരോ കാലഘട്ടത്തിലും ഈ മൂല്യമുള്ള ആളുകൾ നിങ്ങൾക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ആധുനിക കാലഘട്ടത്തിലെ ആളുകളാണ് നിങ്ങൾക്ക് പ്രാധാന്യം നൽകാത്തത്. നമ്മുടെ എയർ ഇന്ത്യ ഒഴിച്ചാൽ, സൗദി അറേബ്യയിലെ കുറച്ച് ഫ്ലൈറ്റുകൾ ഒഴിച്ചാൽ, പെൺകുട്ടികൾ മുഴുവനും എങ്ങനെയാണ് ഡ്രസ്സ് ധരിക്കേണ്ടത് ഫ്ലൈറ്റിൽ എന്നുള്ളത് തീരുമാനിക്കുന്നത് ആധുനിക കാലഘട്ടത്തിലെ പൈലറ്റ്സ് ആണ്, അല്ലെങ്കിൽ അതിന്റെ പ്രോട്ടോകോളാണ്. എന്നാൽ പൈലറ്റുമാർ ഒരിക്കലും ട്രൗസർ ഇടാറില്ല. അവർ ടിപ്പിക്കൽ വേഷത്തിലായിരിക്കും ഉണ്ടാവുക. ബൗദ്ധികന്മാരാണ് സത്യത്തിൽ പെണ്ണുങ്ങളെ അടിച്ചമർത്തുന്നത്, നമ്മൾ അറിയാത്തത് കൊണ്ടാണ്. അമേരിക്കയാണ് ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾ വളർന്നു വരണമെന്ന് നിയോ ലിബറൽസുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അമേരിക്കയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു പെൺകുട്ടി പ്രസിഡന്റ് ആയിട്ടില്ല. വൈസ് പ്രസിഡന്റ് ഉണ്ടായിട്ടുണ്ട്, കമലയെ പോലെ, കമല ഹാരിസിനെ പോലെ. പക്ഷേ വൈസ് പ്രസിഡന്റുമാർ അവിടെ ചർച്ചയല്ല. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഒരു ചർച്ചയാവുന്നു എന്നതല്ലാതെ അവർക്ക് കൂടുതലൊന്നും ചെയ്യാൻ കഴിയില്ല. ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രി ആരാ? ഒരാളെങ്കിലും ഒന്ന് പറഞ്ഞാട്ടെ, ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രി ആരാ? ഇന്ത്യക്ക് അങ്ങനെ ഒരു ഉപപ്രധാനമന്ത്രി ഇല്ല എന്ന് പറയാനുള്ള വിവരം പോലും നമുക്കില്ല എന്നതാണ്. ഇപ്പൊ വൈസ് പ്രസിഡന്റ് വലിയ ചർച്ചയല്ല, അവിടെ പ്രസിഡന്റാണ് ചർച്ച. അമേരിക്കൻ പ്രസിഡന്റുമാരിൽ ഇന്നേ വരെ ഒരു പെൺകുട്ടി വന്നിട്ടില്ല. കഴിവുള്ള പെൺകുട്ടികൾ ഇല്ലാത്തത് കൊണ്ടല്ല, അവരാക്കാത്തത് കൊണ്ടാണ്. ഞാൻ പറയുന്നത് ഒരു വിപ്ലവകരമായ പ്രസംഗമാണ്. നിങ്ങൾക്കത് മനസ്സിലായാലും ഇല്ലെങ്കിലും എന്നേക്കാൾ ചിന്തിക്കുന്ന കുറെ ആളുകൾ ഇവിടെയുണ്ട്. അതുകൊണ്ട് നിയോ ലിബറലിസ്റ്റുകൾ പറയുന്നതനുസരിച്ച് മതമൂല്യമുള്ള കുട്ടികളാണ് ബാക്കിൽ പോയത് എന്ന് നിങ്ങൾ പറയല്ലേ. നമ്മളെ നാട്ടില് മഫ്ത ധരിച്ചിട്ട് കോളേജിൽ പോകണ്ടയോ, നീറ്റ് എക്സാം എഴുതാൻ എല്ലാ വസ്ത്രങ്ങളും അഴിച്ചു വെക്കണമെന്ന ചിന്തയൊക്കെ ഈ നാട്ടിലാണ്. ആ നിയമത്തെ നമ്മൾ മാനിക്കുന്നു. പക്ഷെ നമ്മുടെ സിസ്റ്റം ഒരുപാട് പിന്നിലായതുകൊണ്ടാണ് ആ അധോഗതി വരുന്നത് എന്നതാണ്. എന്നാൽ ഇതിനേക്കാൾ, നീറ്റിനേക്കാളും 100 മടങ്ങ് ശക്തിയുള്ള എൻട്രൻസ് ടെസ്റ്റുകളുണ്ട് ഈ ലോകത്തിൽ. 100 കണക്കിന് മടങ്ങ് ശക്തിയുള്ള എൻട്രൻസ് ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകൾ ഒന്നും എഴുതാൻ നിങ്ങളുടെ വസ്ത്രവിധാനങ്ങളൊന്നും ഒരു ശല്യമല്ല. കാരണം ഇപ്പുറത്തിരിക്കുന്ന കുട്ടിയുടെ ക്വസ്റ്റ്യൻ അല്ല അപ്പുറത്തിരിക്കുന്ന കുട്ടിക്ക് ഉണ്ടാവുക. നീറ്റിലും അങ്ങനെ വരണം. അത് നമ്മൾ പിന്നിലായത് കൊണ്ടാണ് കോപ്പിയടിക്കുമോ എന്ന പേടി. ലോകത്തിലെ ഏറ്റവും ടോപ്പ് എൻട്രൻസ് ടെസ്റ്റിലേക്ക് പോകുമ്പോൾ കമ്പ്യൂട്ടർ നമ്മുടെ മുമ്പിൽ ഉണ്ടാകും. ഒരു ചോദ്യം വന്നാൽ അതിന് ആൻസർ ചെയ്യാൻ 1 മിനിറ്റോ 2 മിനിറ്റോ സമയമുണ്ടാകും. മോണിറ്ററിൽ നിന്ന് തലയെടുക്കാൻ നമുക്ക് സമയം കിട്ടൂല. ഞാൻ അങ്ങനെ ഏതാനും ചില എക്സാമുകൾ എഴുതിയ ഒരാളാണ്. അപ്പൊ അപ്പുറത്തുള്ള കുട്ടിയെ സഹായിക്കാൻ നമുക്ക് ഉണ്ടെങ്കിൽ തന്നെ തലതിരിക്കാൻ കഴിയില്ല. കാരണം 2 മിനിറ്റ് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ അപ്രത്യക്ഷമാകും. ക്വസ്റ്റ്യൻ പേപ്പർ അല്ല, ഇത് മോണിറ്ററാണ്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നാൽ അതിന് ആൻസർ ചെയ്ത് പൂർത്തിയായാലും ഇല്ലെങ്കിലും ടൈം ഇങ്ങനെ കൗണ്ട് ഡൗൺ ചെയ്തിട്ട് നമ്മളെ ബേജാറാക്കും. 0യിലേക്ക് വന്നാൽ ആ ക്വസ്റ്റ്യൻ ഇല്ലാതെയാവും. അങ്ങനത്തെ എക്സാം എന്തുകൊണ്ട് നമുക്ക് നടത്തിക്കൂടാ? ആധുനിക കാലഘട്ടത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും ഇതാണ് നടത്തുന്നത്. പക്ഷേ നമ്മൾ ഒരുപാട് പിന്നിലായത് കൊണ്ടാണ്. ഞാൻ അങ്ങനെ നമ്മുടെ സിസ്റ്റം പിന്നിലാണെന്നല്ല. ന്യൂജൻ എന്ന് പറയുമ്പോൾ, ആധുനിക കാലഘട്ടത്തോട് പറയുമ്പോൾ പഴഞ്ചൻ രീതികൾ നമ്മൾ കൊണ്ടു നടക്കരുത്. എഡ്യൂക്കേഷൻ പലതും നമ്മൾ അത് കൊണ്ടു നടക്കുന്നു. ഇന്നും കുട്ടികൾ എഴുത്ത് പഠിച്ചിട്ടാണ് പറച്ചിൽ പഠിക്കാൻ വേണ്ടി മെനക്കെടുന്നത്. ഞാൻ ന്യൂജനോട് സംസാരിക്കുന്നത്. LSRW എന്നതാണ് ഭാഷ പഠിക്കാനുള്ള ഫോർമുല. ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. LSRW. ലോകത്തിലെ ഏത് ഭാഷയും ആളുകൾ പഠിക്കുന്നത് അങ്ങനെയാണ്. ലിസണിങ് എന്ന് പറഞ്ഞാൽ ആദ്യം കേൾക്കണം. നമ്മളൊക്കെ മലയാളം പഠിച്ചത് ഉമ്മയുടെ കയ്യിൽ നിന്നാണ്. ആദ്യമേ നമ്മൾ ചോറ് എന്ന വാക്ക് കേട്ടിട്ടില്ല. അമ്മ മാമു കഴിച്ചോ എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയാ. മാമു കഴിക്കുന്ന നമ്മൾ മാമൂന്ന് ആദ്യം പറഞ്ഞേ. വെള്ളത്തിന് ഇമ്പം എന്നാ പറഞ്ഞേ. ഇമ്പം തരണം എന്നാ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയാ. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഇമ്പമായി, മാമുവായി, പിന്നെ അത് ചോറാണെന്ന് പഠിപ്പിച്ച്, ചുരുക്കി പറഞ്ഞാൽ ഉമ്മയുടെ കയ്യിൽ നിന്ന്, ഉപ്പയുടെ കയ്യിൽ നിന്നെല്ലാം ഭാഷ നന്നായി സംസാരിച്ചിട്ടാണ് പള്ളിക്കൂടത്തിൽ 6ാം വയസ്സിൽ നമ്മൾ പോകുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്തത് ലിസണിങ് ആണ്. ഒരു ഭാഷ പഠിക്കാൻ ആദ്യം കേൾക്കേണ്ടത് നമ്മൾ അതിന്റെ കേൾവി തന്നെയാണ്, ലിസണിങ്. അത് കഴിഞ്ഞാൽ പിന്നെ സ്പീക്കിംഗ് ആണ്, സ്പീക്ക് ഔട്ട്. ആ കേട്ടതിനെ നമ്മൾ സംസാരിച്ചു കൊണ്ടേയിരിക്കണം. നമ്പർ 3 റീഡിങ്. 3ാമത്തതാണ് റീഡിംഗ് എന്ന് പറഞ്ഞ സാധനം, വായിക്കുക എന്ന് പറഞ്ഞാൽ. 4ാമത്തതാണ് റൈറ്റിംഗ്, എഴുതുക എന്ന് പറഞ്ഞാൽ. പക്ഷെ ഇംഗ്ലീഷുകാർ നമ്മളെ പഠിപ്പിച്ചത് എന്താണെന്നറിയോ? ന്യൂജനെങ്കിലും മനസ്സിലാക്കണം. ആദ്യമേ എഴുതാൻ പഠിപ്പിച്ചു, നേരെ തലകുത്തനെ.
എന്നിട്ട് നമ്മളിങ്ങനെ LKG കുട്ടികളെ എഴുതാൻ പഠിപ്പിക്കുകയാണ്. CAT കാറ്റ് എന്ന് പറഞ്ഞാൽ കുട്ടി എഴുതി ഇങ്ങനെ പഠിക്കുകയാണ്. റോങ് മെത്തേഡ്. സൈക്കോളജിക്കലി അത് തെറ്റാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ വിചക്ഷണനായിട്ടുള്ള ദസ്തേവിസ്കിയും അതേപോലെ തന്നെ പ്രിയങ്കരനായ നോം ചോംസ്കിയും പറയുന്നു, ഇറ്റ്സ് അബ്സല്യൂട്ട് റോങ്. ഒരു ഭാഷ പഠിക്കാനുള്ള ഏറ്റവും വലിയ തെറ്റ് അത് ആദ്യമായി എഴുതാൻ പഠിക്കുക എന്നതാണ്. ഈ ഗൾഫിലൊക്കെ പോയിട്ട് ആളുകൾ ഈ ഭാഷയൊക്കെ പഠിച്ചത് എങ്ങനെയാ? കേട്ടിട്ടും പറഞ്ഞിട്ടുമാണ്, അല്ലാതെ ഈ എഴുതിയിട്ടും വായിച്ചിട്ടുമല്ല. എഴുത്തും വായനയും പഠിക്കേണ്ടത് ഭാഷ പഠിച്ചിട്ടും കേട്ടിട്ടും ചെയ്തതിന് ശേഷം മാത്രമാണ്. അപ്പൊ ന്യൂജൻ കുട്ടികൾ അതിന് കപ്പാസിറ്റി ഉള്ളവരാണ്. ന്യൂജൻ കുട്ടികൾ പെട്ടെന്ന് പിക്ക് ചെയ്യുന്ന ആളുകളാണ്. ന്യൂജനിലെ ഏകദേശം 11, 14, 15, 16, 17 വയസ്സ് വരുന്ന കുട്ടികളെ അത്രമാത്രം വിശ്വാസമാണ് ഈ സമൂഹത്തിന്. മുയിപ്പോത്തിൽ നിങ്ങൾ നിൽക്കുമ്പോൾ ഇവിടെയുള്ള ഓരോ ഫ്രൂട്ട് ഷോപ്പിലും, അപ്പുറത്തെ വടകരയിലെ ഫ്രൂട്ട് ഷോപ്പിലും, വില്യാപ്പള്ളിയുടെ ഫ്രൂട്ട് ഷോപ്പിലും, ഇപ്പുറത്തെ ഏതൊക്കെ പ്രദേശങ്ങളുടെ അവിടെയുള്ള ഫ്രൂട്ട് ഷോപ്പിലൊക്കെ ഇന്ന് ഒരു ചാക്ക് വിരിച്ചിട്ടാണ് അതിൻ്റെ ഉടമസ്ഥർ പോയി കിടന്നുറങ്ങുന്നത്. 1980-കളിലോ 70-കളിലോ ഇത് കഴിയൂലായിരുന്നു. കാരണം അന്ന് ആപ്പിൾ അതിൻ്റെ ചുവട്ടിലുണ്ടെങ്കിൽ തമാശക്കെങ്കിലും പൊക്കിയിട്ട് എങ്ങോട്ടെങ്കിലും എറിയുന്നൊരു സമൂഹമാണ് കഴിഞ്ഞു പോയത്. എന്നാൽ ഇന്ന് 350 രൂപ വിലയുള്ള മാംഗോസ്റ്റിൻ അതിൻ്റെ താഴെയുണ്ട്. 300 രൂപ വിലയുള്ള വലിയ ഫ്രൂട്ട്സ് അതിൻ്റെ താഴെയുണ്ട്. പക്ഷേ ഈ തലമുറയിലെ ഒരു കുട്ടിയും ഒരിക്കലും മോഷ്ടാവല്ല എന്നതിൻ്റെ തെളിവാണ് ഈ കാണുന്ന എല്ലാ കടകളിലും ഒരു ചാക്ക് മാത്രം വിരിച്ചുകൊണ്ട് പോണത്. നിങ്ങളൊന്ന് പോയിട്ടൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്ക്. ആധുനിക കുട്ടികൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, അവർക്ക് മോഷ്ടിക്കാൻ അറിയില്ല. ആരെങ്കിലും മോഷ്ടിക്കണവരുണ്ടെങ്കിൽ ആ ആളെടുത്ത് എന്തോ ഒരു തരികിടുണ്ട് എന്ന്. ഒരു കോമൺ ആയിട്ട് മോഷണമില്ല. അവൻ എന്തെങ്കിലുമൊക്കെ MDMA LSD ഒക്കെ ഉപയോഗിക്കുമ്പോൾ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ മോഷ്ടിക്കുന്നുണ്ടാവാം. അതവൻ്റെ സെൻസ് ശരിയല്ലാത്തത് കൊണ്ടാണ്. നോർമലായിട്ട് മോഷണമില്ല. ആധുനിക കുട്ടികളെ കുറിച്ചിട്ടുള്ള പഠനമാണ്. രണ്ടാമത്തത്, നമ്മുടെയൊക്കെ തലമുറയിൽ അല്ലെങ്കിൽ നമുക്ക് മുമ്പുള്ള തലമുറയിൽ 1 സെന്റിന് വേണ്ടി ഒരുപാട് കേസുകൾ കൊടുത്തവരാ നമ്മൾ ഓരോരുത്തരും. ജ്യേഷ്ഠനും അനിയനും തമ്മിൽ, അയൽവാസിയും തമ്മിൽ. ആധുനിക തലമുറയിലെ കുട്ടികൾക്ക് ഒരിക്കലും ഊഹിക്കാൻ പോലും കഴിയില്ല 1 സെന്റിന് വേണ്ടി വക്കാണം അടിക്കുന്നത്. കാരണം അവർക്ക് വീട് തന്നെ വേണമെന്നുള്ള അഭിപ്രായമില്ല, പിന്നെയാണ് 1 സെന്റ് സ്ഥലം. ആധുനിക കുട്ടികൾ അത്ര കപ്പാസിറ്റി ഉള്ളവരാണ്, അത്ര നന്മയുള്ളവരാണ്. ഞാനും കുറച്ച് കമ്പനികളൊക്കെ നടത്തുന്നുണ്ട്. ഏകദേശം എൻ്റെ എല്ലാ കമ്പനികളുടെ 200ഓളം സ്റ്റാഫുകൾ ഉണ്ടാകാം. ആ 200 സ്റ്റാഫിൽ നമ്മൾ നിർത്താറുള്ളത് 18-നും 25-നും ഇടയ്ക്കുള്ള കുട്ടികളെയാണ്. അത്ര സിൻസിയറായിട്ട് വർക്ക് ചെയ്യാൻ 25 കഴിഞ്ഞവർക്ക് സാധിക്കണമെന്നില്ല. വളരെ സെലക്റ്റീവായിട്ട് എടുത്താലേ കഴിയും. ഓടിച്ചാടി വയർത്ത് കുളിച്ചവർ പണിയെടുക്കും. എന്താ കാര്യം എന്നറിയോ? അവരെ സംബന്ധിച്ചിടത്തോളം ഡെഡിക്കേഷനാണ്. നമ്മൾ ഇന്ന് പുതിയ തലമുറയെ കുറിച്ചിട്ട് മിസ്റീഡിങ് നടത്തിയിരിക്കുകയാണ്. പുതിയ തലമുറ മോശമാണ് എന്ന് നമ്മൾ നമ്മുടെ ഉള്ളിൽ അങ്ങോട്ട് എഴുതിയിരിക്കുകയാണ്. പോസിറ്റീവായിട്ട് പറഞ്ഞാൽ മതിയല്ലോ, അവരുടെ നെഗറ്റീവ് നമ്മൾ പറയണ്ട. നെഗറ്റീവുകൾ അവർ റെക്ടിഫൈ ചെയ്യട്ടെ, റെക്ടിഫൈ ചെയ്തിട്ട് ഇല്ലാതെയാക്കട്ടെ. പോസിറ്റീവ് പറയുന്നു ഞാൻ നിങ്ങളുടെ മുമ്പിൽ. പണ്ടൊക്കെ നമ്മൾ ഫുട്ബോൾ കളി കാണുന്ന സമയത്ത്, ഞാൻ 86 എനിക്ക് 10ാമത്തെ വയസ്സാണ്. ആ സമയത്താണ് ആദ്യമായിട്ട് ലോകകപ്പ് കാണുന്നത്. അന്ന് അർജന്റീനയാണ് ടോപ്പ് റേഞ്ചിലേക്ക് എത്തിയത് കഴിഞ്ഞ വർഷം പോലെ. അന്ന് മറഡോണയാണ് കപ്പ് വാങ്ങിച്ചത്. എൻ്റെ ജ്യേഷ്ഠനാണ് എന്നെ കൊണ്ടുപോവുക വായനശാലയിലേക്ക് കളി കാണാൻ വേണ്ടിയിട്ട്. കാരണം അന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത കാലമാണ്. ഉമ്മ പുറത്തിറക്കില്ല, രാത്രിയാണ് ഈ കളിയൊക്കെ നടക്കുകയും ചെയ്യാം. അതുകൊണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ മറഡോണ എത്ര ഗോളിട്ടു, ബാറ്റിസ്റ്റൂട്ട് എത്ര ഗോളിട്ടു, കെനീജി എത്ര ഗോളിട്ടു, റൂട്ട് ഗുള്ളിച്ച് എന്ന് പറയുന്ന ആൾ എത്ര ഗോളിട്ടു, ഇതൊക്കെ നമ്മൾ നോക്കുക. എന്നാൽ ഇന്നത്തെ കുട്ടികൾ നോക്കല് മെസ്സി എത്ര ഗോളിട്ടു എന്നല്ല, അതവർ നോക്കും. എത്ര ബാലൻഡിയർ ഉണ്ടായി എന്നതല്ല, എത്ര ബൂട്ട് ഉണ്ടായി എന്നതല്ല, സ്വർണ്ണ ബൂട്ട് എത്ര കിട്ടി എന്നുള്ളതല്ല. മെസ്സി ഏതൊക്കെ കാറുകളാണ് ഉപയോഗിക്കുന്നത്, മെസ്സിക്ക് ലോകത്തിൽ എവിടെയൊക്കെയാ വീടുകളുള്ളത്, ആ വീടിന്റെ പേരെന്തൊക്കെയാണ്, ഈ കുട്ടികളോട് ചോദിക്കുക, അവർ പറഞ്ഞു തരും. കാരണം വാസ്റ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ബ്രോഡനിങ് ഒബ്സർവേഷൻ. എല്ലാ ഭാഗവും ശ്രദ്ധിക്കാൻ ആ കുട്ടികൾക്ക് പറ്റും. ഇവിടെ ഇപ്പൊ കുറെ കുട്ടികൾ ഓടി നടക്കുന്നില്ല അവിടെ ഇവിടെയൊക്കെ, അവരെ ഒതുക്കി നിർത്തരുത്. കാരണം അവർക്ക് ഭാവിയിൽ നിങ്ങളൊരു ഒരു ബിസിനസ്സോ എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ, ഞാൻ ആധുനിക തലമുറയിലെ കുട്ടികളോട് പറയാം, വിവാദം പറഞ്ഞൊന്ന് വിൽക്കരുത്. നിങ്ങൾ ഇതിൽ എത്ര പേര് പുവർ ഡാഡ് റിച്ച് ഡാഡ് എന്ന് പറയുന്ന പുസ്തകം വായിച്ചിട്ടുണ്ട്? ഒന്ന് കൈപ്പൊക്കിയാട്ടെ. റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറയുന്ന പുസ്തകം എത്ര പേര് വായിച്ചിട്ടുണ്ട്? ലോകത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ബെസ്റ്റ് സെല്ലറായി നിൽക്കുന്ന പുസ്തകമാണ് റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറയുന്ന പുസ്തകം. എത്ര പേര് വായിച്ചിട്ടുണ്ട്?
മൊയ്പോത്തിൽ ആരും അത് വായിച്ചവരില്ല. വലിയവരുണ്ടാകാം, അധ്യാപകരുണ്ടാകാം. ഞാൻ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? പ്ലീസ് റൈസ് ദ ഹാൻഡ്സ്. ഇല്ല. എന്നാൽ കുട്ടികൾ അത് വായിക്കണം. എന്തിനാ വായിക്കേണ്ടതെന്നറിയോ? മനുഷ്യനൊരു കോൺഫിഡൻസ് തരുന്ന ഒരു പുസ്തകമാണ്. അതിൽ പരാമർശിച്ചു പോകുന്ന ഒരു വലിയ ഭാഗമുണ്ട്, വളരെ ശ്രദ്ധിക്കും പുതിയ തലമുറയിലെ കുട്ടികളോട്. അതിൽ ജോബ് എന്ന് പറയുന്ന, ഇതിൽ കുറേ ജോലിക്കാരുണ്ടാവും. എല്ലാവരെയും നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ സ്നേഹിക്കുന്നു, അഭിനന്ദനങ്ങൾ തരുന്നു. പക്ഷേ ജോബ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഏറ്റവും താഴെയുള്ള ഒന്നാണ് എന്നതിൽ വിശദീകരിക്കുന്നുണ്ട്. ഫിലോസഫിക്കൽ ഇന്റർപ്രിട്ടേഷൻ, ജസ്റ്റ് ഒബേ ദി ബോസ്. JOB, ജസ്റ്റ് ഒബേ ദി ബോസ്. ബോസിനെ ഒബേ ചെയ്യുന്ന ഒരാൾ, അതാണ് ജോബ്. എന്നാൽ അതിന് മുകളിലാണ് ജോബ്. നല്ല രസകരമാണ്, അത് നമ്മൾ താഴ്ത്തണ്ട, ചെയ്യുന്നവർ ചെയ്യട്ടെ. ഞാൻ ആധുനിക തലമുറയിലെ കുട്ടികളോട് പറയുന്നു, അതിന് മുകളിലാണ് എന്തുള്ളത്? നമ്മൾ വിശ്വസിക്കുന്ന ജോബിന് മുകളിലാണ് സെൽഫ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ഏരിയ ഉള്ളത്. നമ്മളായിട്ട് സ്വന്തമായിട്ടൊരു സാധനം തുടങ്ങുന്നു, നമ്മൾ തന്നെ അത് റൺ ചെയ്യുന്നു. നേരം വെളുത്ത് വൈകുന്നേരം വരെ അതിൽ നമ്മൾ ഡെഡിക്കേറ്റഡ് ആകുന്നു. അങ്ങനെ നമുക്ക് ബോസ് ഇല്ലാത്ത, നമ്മൾ തന്നെ ബോസായ, എന്നാൽ നമ്മൾ ഒരുപാട് ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമായി നമ്മൾ മാറുന്നു. സാധാരണ ബിസിനസ്സിനെ കുറിച്ചല്ല ഞാൻ പറയുന്നു. അതിനു മുകളിലാണ് ബിസിനസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉള്ളത്. ബിസിനസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അത് നിങ്ങൾ മൂല്യത്തോടു കൂടി ചെയ്യാൻ പഠിക്കുക. ഞാനിത് പറയുന്നത് ബിസിനസ് ക്ലാസ് ആയതുകൊണ്ടല്ല. ഞാൻ പറയുന്നത് നമുക്ക് കഴിവ് കൂടുമ്പോഴേ അതിലേക്ക് എത്താൻ പറ്റൂ. പണ്ടത്തെ കാലഘട്ടത്തിൽ ഗൾഫിലേക്ക് കയറിയിരുന്ന ആളുകളുടെ കയ്യിൽ 2 പെട്ടി ഉണ്ടാകും. അതിൽ ഒന്നില് ഡ്രസ്സാണ്, മറ്റൊന്നില് പെങ്ങളെ വക 4 അച്ചാറും കുപ്പിയാണ്, പിന്നെ ഉമ്മാന്റെ വക വായക്കടൂർക്ക് പൊരിച്ചതാണ്, പിന്നെ അളിയാങ്കാന്റെ വക വേറെ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക, നിങ്ങൾ ആലൂസ് പൊടി വറുത്തതാണ്. കാരണം അവിടെ പോയിട്ട് അറബിന്റെ മുമ്പൊന്ന് തുറന്നാൽ അറിയാം. ഞാൻ അവരെ കളിയാക്കല്ല, ഞാൻ അവരെ സ്നേഹിച്ചുകൊണ്ട് പറയുന്നു. പക്ഷെ തലമുറകൾ മാറട്ടെ. അറബിന്റെ മുമ്പൊന്ന് തുറന്നാൽ യാ അല്ലാഹ് തബാക്ക് എന്നും പറഞ്ഞാൽ ഒരൊറ്റ വിടലാണ് അടുക്കളയ്ക്ക്. കാരണം ഇവനിതൊക്കെ ഉണ്ടാക്കാൻ അറിയാം, അത്യാവശ്യം ബാക്കി അയാൾ കഴിക്കാൻ അറിയാം, അറബിക്കറിയാം. എന്നാൽ 1976 ആദ്യമായിട്ട് സ്പോക്കൺ അറബിക്, സ്പോക്കൺ ഇംഗ്ലീഷ് അല്ല ഞാൻ പറയുന്നത്, സ്പോക്കൺ അറബിക് കേരളത്തിൽ ആദ്യമായിട്ട് തുടങ്ങിയത് കോട്ടയം ടൗണിലാണ്. നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കോ. കാരണം 65കളിൽ ആളുകൾ കയറാൻ തുടങ്ങി, 70കളിൽ അവിടെ ഇങ്ങനെ പെട്രോളുകളൊക്കെ ഇങ്ങനെ കുതിക്കാൻ തുടങ്ങി, 76, 77 ഇപ്പൊ കൂടുതൽ ആളുകൾ കയറാൻ തുടങ്ങി. ഏറ്റവും ടോപ്പ് റേഞ്ചിലേക്ക് കയറാൻ ഇംഗ്ലീഷും അറബിയും ഒരേപോലെ വേണമെന്ന് ആദ്യം മനസ്സിലാക്കിയത് മലപ്പുറം ജില്ലക്കാരോ കോഴിക്കോട് ജില്ലക്കാരോ അല്ല, അത് കോട്ടയം ജില്ലക്കാരാണ്. കാലഘട്ടത്തോടൊപ്പമാണ് അവര് സഞ്ചരിച്ചത്. ഞാൻ ആരെയും ഇകഴ്ത്തി പറയല്ല. നമ്മുടെ നാട്ടിലെ എന്നെ പോലെയുള്ള പ്രഭാഷകരെല്ലാം കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞേച്ചു പോകും. പക്ഷേ അന്ന് 1976-ലും 80-കളിലും അവിടെയുള്ള ഓരോ പള്ളിലച്ചന്മാരുടെയും പ്രസംഗത്തിൽ ഞാൻ അവരെ മാനിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, സൺഡേ സ്കൂളിൽ അവര് പഠിപ്പിച്ചത് എങ്ങനെ ഏറ്റവും ബെസ്റ്റായിട്ട് വിദേശ രാജ്യത്ത് പോയി സെറ്റിലാകാമെന്നതാണ്, എങ്ങനെ PhD എടുക്കാമെന്നതാണ്. കാരണം ഓരോ പള്ളിയിലച്ഛനും ബൈബിളിക്കൽ സ്റ്റഡീസിന്റെ കൂടെ സോഷ്യോളജിയിലോ സൈക്കോളജിയിലോ ആന്ത്രപ്പോളജിയിലോ PhD കിട്ടിയ ആളായിരിക്കും. അതുകൊണ്ട് എഡ്യൂക്കേഷന്റെ സിസ്റ്റത്തിലൂടെയാണ് അവരെ കൊണ്ടുപോയത്. ഇപ്പൊ നിങ്ങൾ കാണുന്നില്ലേ, ഓരോ രാജ്യവും സ്തംഭിക്കുമ്പോഴും ഫ്ലൈറ്റ് അയക്കാണ് ഇന്ത്യ. അതിലേറ്റവും കൂടുതൽ നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങളാണ് തിരിച്ചു വരുന്നത്. കാരണം അവർ എന്നോ കയറിപ്പോയതാണ്, കാലഘട്ടത്തോടൊപ്പം അവർ സഞ്ചരിച്ചു എന്നതാണ്. ഞാൻ വർഗീയപരമായി പറയല, അവരെ മാനിച്ചുകൊണ്ട് പറയാം. എന്തേ നമ്മൾ ഇന്നും പിന്നിലായത്? മൊയ്പോത്ത് ഒരു പക്ഷേ മുന്നിലായിരിക്കാം. ഇവിടെ നിങ്ങൾക്ക് കരിയറിന്റെ ക്ലാസ് എടുത്തു, ഒരുപാട് അനുമോദനങ്ങളൊക്കെ തന്നു. പക്ഷെ നമ്മൾ A+ അഭിരമിച്ചിരിക്കുകയാണ്. ഈ ഇരിക്കുന്ന രക്ഷിതാക്കൾക്കൊക്കെ എങ്ങനെയെങ്കിലും കുട്ടികൾക്ക് A+ കിട്ടണം എന്നുള്ളതാണ്. ഹൗ ടു ഗെറ്റ് A+ എന്ന ക്ലാസ് ആയിരിക്കും ഒരു പക്ഷേ കഴിഞ്ഞ കാലത്ത് ഏറ്റവും കൂടുതൽ ഞാൻ എടുത്തിട്ടുണ്ടാവുക. ഓരോ സ്കൂളിലും കോളേജുകളിലും ഒക്കെ. ഇപ്പൊ കോളേജിൽ A+ന്റെ ആവശ്യമില്ല, അവിടെ വേറെയാണ് ആവശ്യം. പക്ഷേ A+ എന്ന് പറഞ്ഞാൽ അത് പാരമ്യതയാണെന്ന് ആരാ പഠിപ്പിച്ചത്? A+ എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗം മാത്രമാണ്. A+ നമ്മൾ എടുക്കണം. പക്ഷെ A+ എടുത്താൽ എല്ലാമായി എന്നുള്ള ധാരണയുണ്ടാകരുത്. A+ എടുത്തു എന്നതുകൊണ്ട് അത് തന്നെയല്ല നമ്മുടെ നാട്ടിലെ A+ന്. ഞാൻ പറയും ചിന്തിക്കാനാട്ടോ, നെഗറ്റീവ് അല്ല പറഞ്ഞു. നല്ല പാട്ടുകാർ, ഇപ്പൊ സമീർ ബിൻസി എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്. സമീർ ബിൻസി അതിമനോഹരമായിട്ട് ഇവിടെ പാടും. അവർക്ക് വേണ്ടിയുള്ള ട്രാക്കാണ് തയ്യാറാക്കിയത്.
സമീർ ബിൻസി എന്ന് പറയുന്ന പാട്ടുകാരന് ഒരിക്കലും ഇവിടെ A+ കിട്ടുകയില്ല, ഒരിക്കലും കിട്ടുകയില്ല. കാരണം പാട്ടുകാരന് A+ കൊടുക്കാൻ ഇന്നും നമ്മുടെ ഇന്ത്യ മടിക്കുന്നു. ഏറ്റവും നല്ല സ്പോർട്സ്മാന് ഇല്ല, A+ കിട്ടില്ല. അനസ് എടത്തൊടികയെ പോലെ, ആഷിഖിനെ പോലെ എൻ്റെ നാട്ടിലെ കുട്ടികളാണ്. ഇന്ത്യക്ക് വേണ്ടി അവർ കളിച്ചതാണ്. ഇന്ത്യക്ക് വേണ്ടി ഫുട്ബോൾ കളിക്കുന്ന മലയാളത്തിന്റെ മണ്ണിലെ ചുണക്കുട്ടികളാണ് അവർ. പക്ഷെ അവർക്കൊരിക്കലും A+ കിട്ടില്ല. കാരണം എന്താണ്ടറിയോ? സ്കില്ലിന് നമ്മുടെ നാട്ടിൽ പ്രാധാന്യം കൊടുക്കുന്നേയില്ല. തിയറി ഇങ്ങനെ തലയിലേക്ക് അടിച്ചു കയറ്റിയാൽ അതിന് നമ്മൾ വളരെയധികം പ്രമാദത്തോടു കൂടി കാണും, വലിയ ഉന്നതത്തോടു കൂടി കാണും. ഇങ്ങനെയാണ് നമ്മുടെ PSCയും അങ്ങനെയാണ്. ഞാൻ പറയുന്നതിൽ വിപ്ലവം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. എത്രത്തോളം കാണാപ്പാടം, പുഴ തെക്കോട്ടൊഴുകുണ്ടോ വടക്കോട്ടൊഴുകുണ്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ PSC പാസ്സാവും. അല്ലാതെ ഓഫീസുകളിൽ എങ്ങനെയാ പെരുമാറേണ്ടത് എന്ന ട്രെയിനിങ്ങുകളല്ല നടക്കുന്നത്. അറിവുകൾ കൂടുമ്പോൾ മനുഷ്യന് ജോലി കിട്ടാൻ തുടങ്ങും. അറിവിൽ നിന്ന് പുതിയ തലമുറ സഞ്ചരിക്കേണ്ടത് അറിവിനേക്കാൾ ടോപ്പ് അത് സ്കിൽസ് ആണ് എന്നതാണ്. കഴിവാണ് ഏറ്റവും പ്രധാനം. ഇതിന്റെ അർത്ഥം A+ എടുക്കേണ്ടതല്ല. A+ നിർബന്ധമായി നിങ്ങൾ എടുക്കണം, പക്ഷെ അത് ഏറ്റവും ലോ റേഞ്ച് ആണ്. അതിന് മുകളിലാണ് സ്കില്ലുള്ളത്. മനുഷ്യന്റെ കഴിവുകളാണ് ഏറ്റവും പ്രധാനം. മനുഷ്യന്റെ കഴിവുകളാണ് പ്രധാനം. ആ കഴിവിലേക്കാണ് നമ്മൾ വളരേണ്ടത്. ആ കഴിവ് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുന്നറിയോ? സ്കൂൾസിൽ നിന്ന് കുറെ കിട്ടണമെന്നില്ല. സ്കൂളുകളെ ഞാൻ ഇകഴ്ത്തുകയല്ല, ഒരുപാട് ആ പാവങ്ങൾ അധ്വാനിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഫാന്റാസ്റ്റിക് സ്റ്റെപ്സ് തരാൻ ഒരു പക്ഷേ സ്കൂളുകൾക്ക് സാധിക്കണമെന്നില്ല. പക്ഷെ നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലിന് സാധിക്കും. നിങ്ങളെ കയ്യിലുള്ള മൊബൈലിൽ UK-കാര് പഠിപ്പിക്കണോ, US-കാര് പഠിപ്പിക്കണോ, കനേഡിയൻസ് പഠിപ്പിക്കണോ, ഓസ്ട്രേലിയൻസ് പഠിപ്പിക്കണോ, നിങ്ങൾക്ക് വീട്ടിന്റെ മുറ്റത്തിരുന്നല്ലെങ്കിൽ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് 1 മിനിറ്റ് കൊണ്ട് തീരുമാനിക്കാം. അങ്ങനെ ഫാന്റാസ്റ്റിക് ആയിട്ട് ലാംഗ്വേജ് നിങ്ങൾക്ക് പഠിക്കാം. പക്ഷേ കഴിഞ്ഞ രണ്ട് കൊല്ലം നമ്മുടെ നാട്ടില്, നമ്മുടെ ഈ ലോകത്തൊന്നാകെ കൊറോണ വന്നപ്പോഴും ഈ 2 കൊല്ലത്തിന്റെ ഉള്ളിൽ വിദേശത്തെ വലിയ വലിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും 300 കോഴ്സുകൾ ചെയ്ത കുട്ടി നമ്മുടെ ഈ ജില്ലകളിലുണ്ട്. നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും. 7 ഡേയ്സിന്റെ 5 ഡേയ്സിന്റെ 10 ഡേയ്സിന്റെ ഒരുപാട് കോഴ്സുകൾ ആ കുട്ടി തീർത്തു. പത്രത്തിൽ അവളുടെ ഫോട്ടോയും അവളുടെ ഡിഗ്രിയും എടുത്തതൊക്കെ വന്നു. മീൻസ് അവളുടെ ഷോർട്ട് കോഴ്സസ്. ഓക്സ്ഫോർഡിൽ നിന്ന്, കാംബ്രിഡ്ജിൽ നിന്ന്, ടെക്സസിൽ നിന്ന്, കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ക്യാമ്പസിൽ നിന്ന് ആ കുട്ടി ഒരുപാട് കോഴ്സ് ചെയ്തു. പക്ഷേ നമ്മൾ ഈ കഴിഞ്ഞ 2 വർഷം വെറുതെ ഇരിക്കുകയായിരുന്നു. ആരും തൻ്റെ ഭാഷ ഏറ്റവും ശരിപ്പെടുത്തിയില്ല. ഫറൂഖ് കോളേജിൽ നിന്ന് എന്നെ കുറച്ച് കുട്ടികൾ വിളിച്ചിട്ട് ആ കാലത്ത് എന്നോട് വിളിച്ചു ചോദിച്ചു, സാർ ലാംഗ്വേജ് ശരിയാക്കാൻ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞത്, അമേരിക്കയിലെ ഒരു സൈക്കോളജിസ്റ്റും അതേപോലെ തന്നെ ഒരു പ്രബോധകയും നല്ല രസകരമായി പ്രഭാഷണം നടത്തുന്ന യാസ്മിൻ മുജാഹിദ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട്, അവളുടെ സ്പീച്ചുകൾ കേട്ടോ എന്ന് പറഞ്ഞു. ആ കുട്ടികൾ പിന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, 1 വർഷത്തിന് ശേഷം ഞങ്ങളിപ്പോൾ ഫാന്റാസ്റ്റിക് ആയിട്ട് ലാംഗ്വേജ് സംസാരിക്കും. കാരണം അവരുടേത് കേട്ട് 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 ഞങ്ങളുടെ ഒരു ഫ്ലുവൻസിയും ഏതാണ്ട് അതുപോലെയായി എന്നതാണ്. നമ്മൾ ഈ ഇരിക്കുന്ന പുതിയ ജനറേഷൻ ഈ കാലത്ത് നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ കൊണ്ട് വാട്സപ്പും ഫേസ്ബുക്കും മാറി മാറി അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമും മാറി മാറി നോക്കുന്നു എന്നതല്ലാതെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുക? അതുകൊണ്ട് സ്കില്ലാണ് ഏറ്റവും പ്രധാനം. പിന്നെ മൂന്നാമത്തത് പാഷനാണ്. നിങ്ങൾ ഫുട്ബോൾ കളിക്കും പോലെ ഭാവിയിൽ നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ ആഹ്ലാദിച്ച് ചെയ്യണം. അല്ലാതെ ഞാൻ രക്ഷിതാക്കളോടും കൂടി പറയാം, എല്ലാവർക്കും ഇപ്പൊ കുട്ടിക്ക് നീറ്റ് കിട്ടണം എന്നുള്ളൊരു ഇതിലാണ്. എങ്ങനെങ്കിലും നീറ്റ്. കാരണം കല്യാണ സദസ്സുകളിൽ വീമ്പത്തരം പറയാനുള്ള 4 അക്ഷരത്തിന്റെ പേരാണ് നീറ്റ്. എൻ്റെ മോളിപ്പം നീറ്റിന് പ്രിപ്പയർ ചെയ്യാം. നമുക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. താനാകാത്തതെന്തോ അത് തൻ്റെ മക്കളെ ആക്കാനുള്ള വ്യഗ്രതയിലാണെന്ന് രക്ഷിതാക്കൾ. ഞാൻ ചില സംസാരത്തിൽ പറയുന്ന ഒരു കുട്ടിയുണ്ട്, കൈസ്, കേരളത്തിന്റെ മോനാണ്. ബാപ്പ അവനെ അടിച്ചേൽപ്പിച്ചിട്ട് നീറ്റിന് കൊണ്ടുപോയി ചേർത്തു. അവൻ ആഗ്രഹം മാത്സ് ആണ്. അവൻ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് ഉയരണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി IIT-യിൽ എത്തണമെന്ന് അവൻ മോഹിക്കുന്നു. പക്ഷെ വാപ്പ ചെയ്ത പരിപാടി, പത്രത്തിൽ വന്ന വാർത്തയാണ് നിങ്ങളോട് പറയുന്നത്, വലിയ വാർത്തയായിട്ട് വന്നിരുന്നു, ഓർക്കുന്നുണ്ടാവും നിങ്ങൾ. അന്ന് ഇഞ്ചിഞ്ചായി അവനെ ഇങ്ങനെ പഠിപ്പിച്ച് നീറ്റ് 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 എന്നാണ് കൊണ്ടുപോയി ചേർത്തു തൃശ്ശൂരിൽ. ആദ്യത്തെ വർഷം അവൻ ഗംഭീരമായിട്ട് തോറ്റു. 2ാമത്തെ വർഷം അവൻ ആവശ്യപ്പെട്ട് ഇനി ഞാൻ എഞ്ചിനീയറിംഗ് ചെയ്തോട്ടെ എന്ന്. അപ്പോഴും വാപ്പ പറഞ്ഞു, പറ്റില്ല, നീ നീറ്റ് തന്നെ ചെയ്യണം. അന്നാണ് കേരളക്കരയെ നെട്ടിച്ചുകൊണ്ട് അവന്റെ ഞെരമ്പുകൾ മുറിച്ച് അവൻ ആശുപത്രിയിലാകുന്നത്. ICU-വിൽ കിടക്കുകയാണ്, ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അതിൻ്റെ അകത്ത് കിടക്കുന്ന പ്രിയപ്പെട്ട മകനെ കാണാൻ ബാപ്പ അകത്തേക്ക് കയറുന്നു. പത്രം എഴുതിയതുപോലെ പറയുന്നു, മാധ്യമത്തിൽ വന്ന റിപ്പോർട്ടാണ്. അകത്തേക്ക് കയറിയപ്പോ സന്തോഷകരമായ എന്തെങ്കിലും ഒരു വാർത്ത വാപ്പ പറയുമെന്ന് പ്രതീക്ഷിച്ചു കൈസ്. പക്ഷെ വാപ്പ പറഞ്ഞത്, നീ കഴുത്തറുത്താലും ശരി കൈയറുത്താലും ശരി നീ നീറ്റ് ചെയ്യണമെന്ന്.
അവസാനം ആ കുട്ടി അന്ന് രാത്രിയിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ആശുപത്രിയുടെ 4-ാം നിലയിൽ നിന്ന് 6-ാം നിലയിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തു. ഖൈസ് എന്നേക്കുമായി ഇല്ലാതെ അവന്റെ നീറ്റുമില്ല, അവന്റെ ജോയിന്റ് എൻട്രൻസ് എക്സാം എന്ന JEE-യുമില്ല. എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട്, അവർക്ക് പറ്റാത്ത ഒരു സ്ഥലത്തേക്ക്, അവർക്ക് പാഷൻ ഇല്ലാത്തൊരു, പാഷൻ എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ കളി ഏതുപോലെ നമ്മൾ കളിക്കുമോ അതേപോലെ വർക്ക് ചെയ്യലാണ്. ഞാൻ മിനിയാന്ന് എൻ്റെ ഒരു പ്രിയപ്പെട്ട ആളുമായിട്ട് ഞാൻ ഒരു ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോയതാണ്. കൂടെ നിന്ന് എല്ലാ ചെക്കപ്പും ചെയ്തു. എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത്, വളരെ തിരക്ക് പിടിച്ച ഡോക്ടറാണ് മിംസിലെ. അദ്ദേഹം 4:15 മണിയായിട്ടും ഭക്ഷണം കഴിച്ചിട്ടില്ല. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എപ്പോഴാ ഫുഡ് കഴിക്കുക? ഞങ്ങളോട് ഫുഡ് കഴിക്കാൻ പോയി വന്നിട്ട് അദ്ദേഹം മാറിയിട്ട്, അദ്ദേഹം അങ്ങനെ ഒരു പണമോഹിയായ ഡോക്ടറല്ല. എല്ലാ ഡോക്ടർമാരെയും നമ്മൾ അങ്ങനെ കാണരുത്. 4:15 സമയത്ത് ഞാൻ ചോദിച്ചു, ഡോക്ടറെ നിങ്ങൾക്ക് ഫുഡ് കഴിക്കണ്ടേ? പറഞ്ഞു, ഇനിയും ഉണ്ട് 6 ആൾക്കാർ, അവരെ പിന്നെ ഇതാക്കാതെ ഞാൻ എങ്ങനെ ചെയ്യാം? പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ നമ്മൾ ഓർത്തു പോവുക. ഞങ്ങളുടെ മഹലിൻ്റെ ഒരു വിഷയവുമായി പോയി, പരിചയക്കാരനായതുകൊണ്ട് അവിടെ ഇരുത്തി, കുറെ വർത്താനൊക്കെ പറഞ്ഞു. അവസാനം 3 മണി വരെ ഇരിക്കുകയാണ്. അപ്പൊ ഫുൾ കൈ ഇങ്ങനെ താത്തിയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ 3 മണിയായപ്പോ ഡോക്ടർ വരികയാണ്. എന്താ തങ്ങളെ നിങ്ങൾ ഈ ചെയ്യുന്നത്? ഇത്രയും സമയമായിട്ട് ഉറങ്ങിയിട്ടില്ലേ എന്ന് ചോദിക്കും. ഇവരൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെ ഉറങ്ങുന്ന? അപ്പൊ ഈ ഡോക്ടർ വന്നിട്ട് എന്താ ചെയ്യണമെന്നറിയോ? ഇഞ്ചക്ഷൻ കയറ്റാണ്. അപ്പൊ പെർമനന്റ് ആയിട്ടുള്ള സാധനം ഇവിടെ വെച്ചിട്ടുണ്ട്. അത് കാണാതിരിക്കാനാണ് ഈ സാധനം കണ്ട് താത്തി വെച്ചിട്ടുള്ളത്. 3 മണിയായിട്ടും ഈ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി വന്ന ഡോക്ടർ അന്തിപ്പിച്ചുകൊണ്ട് പാവപ്പെട്ട ജനതയ്ക്ക് വേണ്ടി ഓരോരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയായിരുന്ന പാവം മനുഷ്യൻ. ഇതേപോലെ ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ടാകും, എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും നടക്കുന്ന. അത് പാഷനാണ്, ഒരു പാഷൻ. തൻ്റെ കൂട്ടത്തിലേക്ക് ഞാനിപ്പോൾ ഒരു പ്രസംഗം കഴിഞ്ഞ് വരുമ്പോൾ ആ പ്രസംഗത്തിൽ മുമ്പിലിരുന്നത് വളണ്ടിയേഴ്സാണ്, പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ. ഞാൻ സംസാരിക്കുമ്പോൾ അവരിരുന്ന് ഇങ്ങനെ കണ്ണു വാർക്കുന്നുണ്ട്. കാരണം അവർ പോകുന്ന സന്ദർഭങ്ങൾ, വയസ്സായ ആളുകളെ തലോടുന്നത്, ആർക്കും വേണ്ടാത്തവരെ ഒറ്റപ്പെടുത്തി കിടത്തിയത്, ആ സമയത്ത് അവർ പോയിട്ട് ഉപ്പ എന്ന് വിളിക്കുന്നത്, ഉപ്പുപ്പ എന്ന് വിളിക്കുന്നത്, ഈ നഴ്സ് എന്ന് പറയുന്ന പേരക്കിടാങ്ങളെ കാത്തിരിക്കുന്ന നഴ്സുമാരുടെ കഥ. അങ്ങനെ ഡെഡിക്കേഷനോട് കൂടിയിട്ട് ഭാവിയിൽ നമ്മൾ ചെയ്യുന്നതിൻ്റെ പേരാണ് പാഷൻ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആദ്യം മാർക്ക്, രണ്ടാമത്തത് സ്കിൽസ്, മൂന്നാമത്തത് പാഷൻ, നാലാമത്തത് വാല്യൂസ്. നിങ്ങൾ പറ, കണ്ണുകെട്ടിയ ആളുകളെ ഞാൻ പറഞ്ഞു. എറണാകുളത്ത് കണ്ണ് കെട്ടിയിട്ട് ദാ പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട്, അവൻ വിട്ടിട്ടില്ല, അവിടെ നിന്നാണ് പിന്നെ യൂറോപ്പിലേക്ക് അങ്ങോട്ടൊക്കെ പോയത്. കണ്ണ് കെട്ടിയിട്ട് ആ പാവം പെണ്ണുങ്ങൾ പോയിട്ട്, ഭാര്യമാര് പോയിട്ട് കീ എടുക്കുകയാണ്. എന്നിട്ട് ആരുടെ കീയാണ് എന്ന് കണ്ണ് തുറന്ന് നോക്കുമ്പോ തൻ്റെ ഭർത്താവിൻ്റെ കാറിൻ്റെ കീ അല്ലാതിരുന്നിട്ടും ആ കാറിൽ കയറിയിട്ട് അവർ പോകേണ്ടി വരികയാണ്. ഈസ് ഇറ്റ് ന്യൂ ലിബറലിസം? നിങ്ങൾ പറയുന്ന ലിബറലിസം ഇതാണോ? 5 ഭാര്യമാരും 5 ഭർത്താക്കന്മാരും കൂടി യാത്ര ചെയ്തിട്ട് അവസാനം കീ എക്സ്ചേഞ്ച് എന്ന പേരിൽ എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഭാര്യമാരെ പോലും എക്സ്ചേഞ്ച് ചെയ്യുന്ന ലിബറലിസത്തെയാണോ നമ്മൾ ന്യൂ ലിബറലിസം എന്ന് വിളിക്കുന്നത്? ഞാനിത് മാസങ്ങൾക്ക് മുമ്പ്, ഇതൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് യൂറോപ്പിനെ കുറിച്ച് അത് സംസാരിച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും കാണുന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിലേക്ക് നമ്മൾ വലിച്ചൊഴിച്ചു കൊണ്ടുവരികയാണോ? ഇതിനെയാണോ നമ്മൾ നിയോ ലിബറലിസം എന്ന് വിളിക്കുന്നത്? പാവം ഞാനൊരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, ആവർത്തിക്കുന്നുണ്ട്, നിങ്ങൾ ക്ഷമിക്കണം. എൻ്റെ മനസ്സൊന്ന് പോകാത്തൊരു പയ്യന് എൻ്റെ മുമ്പിലിരുന്ന് കരയാണ്. ഒരു നശിച്ച ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് കരയാണ്. ബർത്ത്ഡേ ആഘോഷിക്കുന്നവരും ആഘോഷിക്കാത്തവരൊക്കെ കൂട്ടത്തിൽ ഉണ്ടാകും. ആ കുട്ടി ഉമ്മനോട് പറയാണ്, ഇന്ന് എൻ്റെ ഫ്രണ്ട്സ് വരും, ചങ്ക് ബ്രോസ്, നമ്മൾ പറയുന്ന പേരാണ് ചങ്ക് ബ്രോസ്. ചങ്ക് ബ്രോസ് 8 ആള് വരും എന്ന് പറയാം. പാവം ഉമ്മ സുബഹി നിസ്കരിച്ചതിന് ശേഷം അടുക്കളയ്ക്ക് ഇറങ്ങിയിട്ട് ബിരിയാണിയും നെയ്ച്ചോറും പുഡിങ്ങും എല്ലാം ഉണ്ടാക്കിയിട്ട് തയ്യാറാക്കുകയാണ്. ഈ കുട്ടികള് ഉച്ചക്ക് ഏകദേശം 1:30-2 മണിയോട് കൂടി വരികയാണ്. ആ വന്ന കുട്ടികൾ ബിരിയാണിയൊക്കെ കഴിച്ച് അതിന്റെ മുകളിൽ ഡെസേർട്ടൊക്കെ കഴിച്ച് തിരിച്ചു പോകുമ്പോ ഈ കുട്ടിയുടെ കയ്യിൽ പോയിട്ട് എന്റെ ഉമ്മ തഹജ്ജുദ് പറയുമ്പോ സ്ത്രീയാണ്. ആ സമയത്ത് മഗ്‌രിബിന്റെ സമയത്തോട് അസ്തമിക്കാൻ തുടങ്ങിയപ്പോ അങ്ങനെ അവരെ വലിച്ചിഴച്ച് കൊണ്ടുപോയത് ഹോസ്റ്റലിന്റെ പിന്നാമ്പുറത്തെ പാറപ്പുറത്തേക്കാണ്. അവിടെ കൊണ്ടുപോയി ഞങ്ങൾ കുറെ നേരം വർത്തമാനം പറഞ്ഞിരുന്നു. മഗ്‌രിബിന്റെ ബാങ്ക് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. +2 പഠിക്കുന്ന കുട്ടിയാണ്. കാരണം എന്റെ ഉമ്മ തഹജ്ജുദ് പോലും ഒഴുക്കി കുറച്ച് സ്ത്രീയാണ്. നിസ്കരിക്കുന്ന ആളാണ്. അപ്പൊ മഗ്‌രിബിന്റെ സമയം പോവാണ്, അസ്തമിക്കാൻ തുടങ്ങിയപ്പോ എനിക്ക് തുടങ്ങി. അവർ പോകുമ്പോ നിസ്കരിക്കുന്നവർക്ക് പറയാണ്,
എന്നിട്ട് നേരെ വന്നിട്ട് ഒരു ഞാൻ പോട്ടെ ഉമ്മ കാത്തു നിൽക്കും. പുറത്തിരിക്കുന്ന എന്നെ പിടിച്ച് കാലും പിടിച്ച് അതിലെ കുട്ടികൾ എനിക്ക് പ്രിയപ്പെട്ട എനിക്ക് തോന്നിപ്പോയ നിമിഷം അവരുടെ കയ്യിൽ കൊണ്ടുവന്നിട്ട് നല്ലിനെ വന്നിട്ട് അതിന്റെ വായിലേക്ക് ഒഴിച്ചു തരാൻ എല്ലാവരും ചിരിക്കുന്നുണ്ട്. അന്നിന്റെ ബർത്ത്ഡേ ആയിരുന്നു. സെലിബ്രേഷൻ ബാക്കി 6 ആൾക്കാരും കൂടി എന്നെ ബലമായിട്ട് എനിക്ക് തോന്നിയത് എൻ്റെ ചങ്ക് ബ്രോസ് അല്ലേ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരല്ലേ എന്നെനിക്ക് തോന്നിപ്പോയ നിമിഷം പൈശാചികമായി അവരുടെ കയ്യിൽ കൊണ്ടുവന്നിട്ടുള്ള കള്ളിനെ കുപ്പിയും കൊണ്ടാ വരുന്നത്, അതിൻ്റെ വായിലേക്ക് ഒഴിച്ചു തരാൻ എല്ലാവരും മാർത്ത് ചിരിക്കുന്നുണ്ട്. അന്നെൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ബർത്ത്ഡേക്കാണ്, സെലിബ്രേഷനാണ് ന്യൂജൻ മാറിക്കൊണ്ടിരിക്കുന്നത്. ന്യൂജൻ മാറിക്കൊണ്ടിരിക്കുന്ന ഡേയുടെ പേരാണ് സെലിബ്രേഷൻ. ആഘോഷത്തിന്റെ ദിവസമാണ്. കോളേജ് ഡേയുടെ ആദ്യത്തെ ദിവസം, വെൽക്കം ഡേയുടെ അന്ന് അവർ ചിലപ്പോൾ കോലം മാറാറുണ്ട്. നാട്ടിൽ നടക്കുന്ന കല്യാണങ്ങളുടെ തലേ ദിവസം പുതിയ ജനറേഷൻ കോലം മാറാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ന്യൂജനെ സ്നേഹിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞോട്ടെ, ഈ കുട്ടി ഒരുപാട് കരഞ്ഞു. പക്ഷെ അവൻ്റെ അകത്തേക്ക് വീര്യമേറിയ, കാരണം മദ്യം മാത്രമല്ല അതിൽ വേറെന്തൊക്കെ ഇട്ടുകൊണ്ട് അവർ കൊടുക്കുന്നത്. ഇവനാകെ വല്ലാത്തൊരവസ്ഥയിലായി. പിന്നെ അവൻ അത് സ്ഥിരം ഉപയോഗിക്കാൻ തുടങ്ങി. അവൻ എൻ്റെ മുമ്പിലിരുന്ന ഒരു കൗൺസിലർ എന്ന നിലക്ക് പറയാണ്, സാർ ഇപ്പൊ ഞാൻ അതിൻ്റെ അഡിക്റ്റ് ആണ്, എനിക്കിതൊന്ന് മാറണമെന്നുണ്ട്. എൻ്റെ ഉമ്മ എന്നോട് പറയുന്നത്, ഈ പോക്ക് നീ പോവാണെങ്കിൽ വാപ്പ വരുമ്പോഴേക്ക് എൻ്റെ മയ്യത്ത് നീ കാണേണ്ടി വരും. കാരണം വാപ്പാനോട് എനിക്കത് പറയാൻ പറ്റൂല. നമ്മുടെ വാപ്പ അത്രയും കഷ്ടപ്പെട്ടിട്ട് ഈ പൈസ അയക്കുന്നത്, അത്രയും കഷ്ടപ്പെട്ട് നീ ഒരൊറ്റ മോനെ ഉള്ളൂ നിന്നെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അവിടെ എനിക്ക് എൻ്റെ ഉമ്മാനെ വേണം സാറേ, എനിക്കിതൊന്ന് മാറ്റം വരണം സാറേ എന്ന് പറഞ്ഞിട്ട് എൻ്റെ മുമ്പിൽ നിന്നിട്ട് ആ കുട്ടിക്കറിയാണ്. ഈസ് ഇറ്റ് ന്യൂ ലിബറലിസം? ഇതാണോ നിങ്ങൾ പറയുന്ന ലിബറലിസം? ചങ്ക് ബ്രോസ് പോലും സെലിബ്രേഷൻ മൂഡിൽ മാറുകയാണ്. ചങ്ക് ബ്രോസ്. ഞാൻ എല്ലാ സുഹൃത്തുക്കളെയും പറയില്ല, സുഹൃത്തുക്കൾ നമുക്ക് വേണം. ഈ ഇരിക്കുന്ന എല്ലാ കുട്ടികൾക്കും നല്ല സുഹൃത്തുക്കൾ വേണം. നല്ല സുഹൃത്തുക്കൾ ഇവിടെ മാത്രം പോരാ, മുയിപ്പോത്തിൽ മാത്രം പോരാ, വടകരയിൽ മാത്രം പോരാ. നിങ്ങളുടെ സ്കോപ്പ് ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് മറ്റ് ജില്ലകളിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സ് വേണം. പറ്റുമെങ്കിൽ കേരളത്തിലെ 14 ജില്ലകളിലും നിങ്ങൾക്ക് ഫ്രണ്ട്സ് വേണം. കോട്ടയത്തേക്ക് ഇങ്ങനെ വണ്ടി പോയി ഇങ്ങനെ കയറുമ്പോൾ, കോട്ടയത്തിന്റെ ബോർഡർ കഴിഞ്ഞിട്ട് പത്തനംതിട്ടയിലേക്ക് കയറുമ്പോൾ, അവിടുന്ന് കൊല്ലത്തേക്ക് കയറുമ്പോൾ, അവിടുന്ന് തിരുവനന്തപുരത്തേക്ക് കയറുമ്പോൾ ജസ്റ്റ് ഒരു കോള് വിളിക്കുമ്പോഴേക്ക് ആടാ വാടാ എൻ്റെ വീട്ടിലേക്ക് വാ, നമുക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കാം എന്ന് പറയാവുന്ന അത്രയും ഫ്രണ്ട്സ് നമുക്ക് ഈ കേരളക്കരയിൽ വേണം. അതിന് ജസ്റ്റ് 4 സുഹൃത്തുക്കളിലേക്ക് നമ്മൾ ഒതുങ്ങരുത്. ഒന്നും കൂടി നിങ്ങൾ വ്യാപിക്കുമെങ്കിൽ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ, കേരളത്തിന്റെ ബോർഡർ കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ, അല്ലെങ്കിൽ കേരളത്തിന്റെ ബോർഡർ കഴിഞ്ഞിട്ട് ഈ കർണാടകയിലേക്ക് എത്തുമ്പോൾ, അതിൻ്റെ അപ്പുറത്തുള്ള ഗോവയിലേക്ക്, അതിൻ്റെ അപ്പുറത്തുള്ള മഹാരാഷ്ട്രയിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ അവിടെയും നമുക്ക് ഫ്രണ്ട്സ് വേണം. അത്ര വളരെ സ്കോപ്പ്ഫുൾ ആയിട്ടുള്ള, എൻലൈറ്റൻമെന്റ് ആയിട്ടുള്ള കുട്ടികൾ നമുക്കുണ്ടാകണം. അവരൊക്കെ നമ്മളെ കാത്തിരിക്കുന്ന നമ്മുടെ ചങ്ക് ബ്രോസ് ആയിട്ടുണ്ടാകണം. നിങ്ങൾ ഒന്നും കൂടി സ്കോപ്പിലേക്ക് പോകുമ്പോൾ, വ്യത്യസ്ത രാജ്യത്തിലേക്ക്, ഇവിടുന്ന് ദുബായിലേക്ക് നിങ്ങൾ കയറുമ്പോൾ, മിഡിൽ ഈസ്റ്റിന്റെ മറ്റു ഭാഗത്തേക്ക് കയറുമ്പോൾ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഗത്തേക്ക്, ഇവൻ യൂറോപ്പിലേക്ക് കയറുമ്പോൾ അവിടെയും നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടാകും. അത്രമാത്രം നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടാകട്ടെ. അതിന് റോങ് വേയിൽ പോയാൽ ഗ്ലോബലി നമുക്ക് ഫ്രണ്ട്സിനെ കിട്ടുകയില്ല.